ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ അപ്പനെയും അമ്മേനെ പരിചയപ്പെടുത്തുകയാണ്. അവരുടെ ചെറുപ്പകാലങ്ങളിലുള്ള ചെറിയ ചെറിയ കഥകളാണ് ഇന്ന് നമ്മൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഹലോ, ഞങ്ങൾ ചെറുപ്പകാലത്തിലെ ചില കുസൃതി കഥകൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഉടുമ്പന്നൂർ നിലത്തെഴുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഞങ്ങൾ പേരപ്പൻ്റെ മകൻ ചാക്കോപ്പി, ഞങ്ങൾ രണ്ടുപേരും കൂടി കളരിയിൽ പോവുള്ളൂ. വഴി നീളം തങ്ങൾ കുസൃതിപ്പണി എന്തെങ്കിലും ചെയ്ത് വഴക്കുണ്ടാക്കി വീട്ടിൽ വരും. അത് പിന്നെ വീട്ടിൽ നിന്ന് ഒരു 2 മേടിച്ച് കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസത്തേക്ക് മിണ്ടൂല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് പിന്നെയും പള്ളിയിൽ പോകാനും മറ്റുമൊക്കെ ആയിട്ട് വലിയ കൂട്ടം മീൻ പിടിക്കാൻ പോകാൻ ഒക്കെ. അങ്ങനെ ഒരു ദിവസം കണ്ടത്തിൽ വല്യമ്മയും പണിക്കാരും കൂടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു തലേ ദിവസം ഊത്ത കയറി ഇങ്ങനെ മുഴി ഒരു കുളത്തിൽ പിന്നെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക ഇതിനകത്ത്. അത് കാണാനുള്ള താല്പര്യം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കല്ലേ പിടിച്ച് ഈ കുളത്തിൻ്റെ വക്കിൽ നിൽക്കുക. ചാക്കോപ്പിയുടെ കൈ തെറ്റി ചാക്കോപ്പി വെള്ളത്തിൽ പോയി, ഈ കിണറ്റിനകത്തേക്ക്. അപ്പോൾ ഞാനവിടെ നിന്നിട്ട് ഇവന് കൈ പൊക്കുകയും താഴുകയും ചെയ്യണത് കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ്. ഞാനവിടെ നിന്ന് വിളിച്ച് കൂവി കരോട്ട് പണിക്കാർ 8-10 പണിക്കാർ കണ്ടത്തിലുണ്ട്. അവർ ഓടി വന്നു. വല്യമ്മയും ഒരു വന്നപ്പോഴത്തേക്ക് ഇവൻ അവശനായി. ഏതായാലും എടുത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. ഒരു കൊട്ടയുടെ മുകളിൽ, കോറുകൊട്ടയാണ്, അതിൻ്റെ മുകളിൽ ഇവനെ കമത്തിക്കിടത്തി ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം ഛർദ്ദിച്ചും ഒക്കെ പോയി രക്ഷപ്പെട്ടു. എന്നാ ഉചിരുതി ഉണ്ടെങ്കിലും ഞങ്ങൾ 2 കൂടെ നടക്കുള്ളൂ. അത് വീട്ടിൽ ഒരു പണിയില്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകും. മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പേരമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അവരെ കൊണ്ടുവന്ന് ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പേരമ്മ അത് കറി വെച്ച് ഞങ്ങൾക്ക് തരും. മറ്റുള്ളവർക്ക് അത്ര മീൻ പിടിക്കാൻ പോകാനും പറ്റിയ താല്പര്യമില്ല. അത് ഞാനും ചാക്കോപ്പിയെങ്കിലേ പോവുള്ളൂ. സ്കൂളിൽ പോകുന്നതാണെങ്കിലും പിന്നെ പുറകെ വഴക്കുണ്ടാക്കുവാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കണ്ട് ഉള്ള അകലത്തിനേ പോവുള്ളൂ. ആരെങ്കിലും പുറത്തുനിന്ന് വേറൊരു പാർട്ടി വന്ന് വഴക്കുണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടായാൽ പിന്നെ അവന് കുശാല അന്ന് ഞങ്ങൾ ചൊവ്വ കൊടുത്തേച്ചേ പോവുള്ളൂ. അങ്ങനെ കൊടുത്തേച്ച് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചിലപ്പോൾ കുറേ ദിവസം പമ്മിയിരിക്കും. പനിയാണെന്നോ വയറ്റുവേദനയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നുണയും പറഞ്ഞ് മറ്റേമ്മേനെ പേടി ഏറ്റവും കൂടുതലുള്ള പുള്ളിക്കാരത്തി ഒരു വിദഗ്ധ ചികിത്സകളെ പോലെയാണ്. നമ്മളെ പരിശോധിച്ച് പിന്നെ അമ്മ പരിശോധിച്ച് രോഗമൊക്കെ നോക്കി കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. അപ്പോൾ ഈ ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടും അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറേ മൂഞ്ഞ വടി ഇവിടെ നട്ട് പിടിപ്പിച്ചേക്കുക. അതൊരു 2 വെട്ടി വെച്ചേക്കും, തിണ്ണയിലിട്ടേക്കും. എന്തെങ്കിലും കുറ്റം കണ്ട ആ സെക്കൻഡിൽ മറ്റേമ്മയാണ് ഞങ്ങൾ കൊടുക്കും. അത് യാതൊരു ദയയില്ല ആ കാര്യത്തിൽ. അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ വീട്ടിൽ സ്കൂളിൽ വഴക്കുണ്ടാക്കിയാൽ ചിലപ്പോൾ 2-3 ദിവസമൊന്നും പോകില്ല സ്കൂളിൽ. അത് ചിലപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും പമ്മിയിരിക്കും. റബ്ബർ തോട്ടമുണ്ട്, വെട്ടാത്ത റബ്ബർ തോട്ടമായി. അന്ന് ഉടുമ്പന്നൂർ മുത്യാരൂഴി എന്ന് പറഞ്ഞ അമേപ്പുറയെ വലിയൊരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ റബ്ബർ തോട്ടം വെട്ടാതെ കിടക്കും. അതിനകത്താണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. സൗകര്യമാണ്. സ്കൂൾ വിട്ട് ഒച്ച കേൾക്കാം അപ്പുറം നിന്ന്. ആ സമയത്ത് ഞങ്ങൾ ഇവരുടെ മുമ്പേ താടി ഒറ്റ ഓട്ടമാണ് വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ പഴയ ഗ്രഹപാഠമൊക്കെ ചെയ്ത്. അന്നത്തെ ഗ്രഹപാഠം എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ 750 രൂപയ്ക്ക് മേടിച്ചു, അതിനെ 650 രൂപയ്ക്ക് വിറ്റു. എത്ര രൂപ ലാഭം, എത്ര രൂപ നഷ്ടം, ഇങ്ങനെയൊക്കെയുള്ളൊരു കണക്കും എഴുതി വെച്ച്
വീട്ടിലേക്ക് ചെല്ലും. മറ്റേമ്മ ഇതെല്ലാം വൈകുന്നേരം നോക്കും, ഗ്രഹപാഠം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണ്. അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്പം കുഴപ്പമൊന്നുമില്ല, അതിന് ഉത്തരവൊക്കെ എഴുതിച്ച് കയറ്റി വിടുകയുള്ളൂ. ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ അപ്പോൾ സ്കൂളിൽ വഴക്കുണ്ടാക്കി വീട്ടിലും ചെല്ലാൻ പാടില്ല, വീട്ടിൽ പറയാനും പാടില്ല. ഒരുത്തനെ പിടിച്ച് ഒരുത്തൻ ഞങ്ങൾക്കിട്ട് വട്ടി കളിച്ച് അടിച്ചു, കൈയുടെ ഇതെല്ലാം പോയി. അവൻ വട്ടി കളി കഴിഞ്ഞപ്പോൾ അവൻ തോറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എനിക്കൊരു ഒറ്റ ഓട്ടം ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്ന് 2 ഇടിയും വെച്ച് കൊടുത്ത് ഞങ്ങൾ അവനെ കൊണ്ട് കൈ ഇങ്ങനെ പിടിപ്പിച്ച് ഈ മുട്ടിനടി മേടിപ്പിക്കുക എന്നാണ് പറയുന്നത്. അത് ഉള്ളയടി എന്ന് പറയും, ഉള്ളയടി എന്ന് പറയും. പിന്നെ 6 അടി, അങ്ങനെ ഓരോന്ന് അതിനൊരു കണക്കുണ്ട്. ഇവരെ അങ്ങനെ പിടിച്ചത് ഒരു വലിയ വീട്ടിലെ ചെറുക്കനാണ്, കൊച്ചുപറമ്പിലെ അവരാച്ചൻ്റെ മകനാണ്. അപ്പോൾ അവൻ അവിടുന്ന് ചാടി ഓടിക്കളഞ്ഞ് അവൻ്റെ വീടും തൊട്ടടുത്താണ്. പിന്നെ അവൻ്റെ പണിക്കാരുണ്ട്. അങ്ങനെ അവനെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ ആവശ്യത്തിന് കൊടുത്തു. അതിൻ്റെ പേരിൽ പിന്നെ പള്ളിക്കൂടത്തിൽ ചെല്ലാൻ പാടില്ല. പള്ളിക്കൂടത്തിൽ ചെന്നാൽ അവിടുന്ന് തല്ലും, രക്ഷകർത്താക്കളെ വിളിച്ചോണ്ട് വരണം. എന്നാൽ ശരി, ഈ റബ്ബർ തോട്ടത്തിൽ കൂടിയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു 12 മണി കാലത്തെ കാപ്പി കൂടിയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ചോറൂണും കഴിഞ്ഞ് അങ്ങ് പോയാൽ പിന്നെ പള്ളിക്കൂടത്തിലേക്ക് പോകില്ല. അതിൽ ചുറ്റി നേരെ വന്ന് ഈ പുല്ലാന്തിക്കാടാണ്, ഭയങ്കര പുല്ലാന്തിക്കാട്, റബ്ബർ തോട്ടത്തിൽ കയറി അവിടെ ഇരിക്കും. അപ്പോൾ സൂത്രത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു കുറച്ച് പഴുക്കായോ ചിലപ്പോൾ ഒരു 4 കോഴിമുട്ടയോ ഒക്കെ ഉള്ളത് എടുത്ത് അടിച്ചു മാറ്റി ചാക്കോപ്പി അത് ഞങ്ങളുടെ രണ്ടെണ്ണം കൂടെ കൊണ്ടുവന്ന് കല്ലാർവേലി കോരാന്ന് പറയും, കോരത്തേട്ടൻ്റെ കടയിൽ കൊണ്ടുപോയി കൊടുത്തേച്ച് മുട്ടായി, നാരങ്ങ മുട്ടായി, നെല്ലിക്ക മുട്ടായി, അത് 2ഉം മേടിക്കും. പിന്നെ ഉള്ളത് ബീഡി ഒരു കെട്ട് ബീഡി. അന്ന് അതിന് ആകെപ്പാടെ ഒരെണ്ണേ ഉള്ളൂ. ഒരു തീപ്പെട്ടിയും മേടിക്കും. ഇതും കൊണ്ട് നേരെ ഇതാർക്കാടായി വീടി തീപ്പെട്ടി എന്നൊക്കെ ചോദിക്കും. അതാ അവിടെ പണിക്കാർ കൊണ്ട് ആ മേപ്രപ്പാറയിൽ നിന്ന് വന്നതാണ്, അവർക്ക് കൊടുത്തു വിടാനാന്ന് പറഞ്ഞിട്ട് പള്ളിക്കൂടത്തിലേക്ക് പോകും. പള്ളിക്കൂടത്തിൽ പോണത് ഈ പറഞ്ഞ വഴിയിൽ ആ റബ്ബർ തോട്ടത്തിൽ കയറി അവിടെ ഇരിക്കും. ഒരു ദിവസം അപ്പം ഇച്ചാച്ചനും പിന്നെ കുത്തനാളിലെ മത്തേച്ചനും കൂടെയാണ്. വെല്ലിച്ചാച്ചനാ. അതെ, വെല്ലിച്ചാച്ചൻ അപ്പൻ്റെ ചേട്ടൻ. ഞങ്ങൾ 10 മക്കളും, അവരും ഞങ്ങൾ 9 മക്കളും. എൻ്റെ ഇച്ചാച്ചന് 9 മക്കൾ ഞങ്ങൾ, അതിലെ മൂത്തവൻ ഞാൻ. അപ്പോൾ ഞങ്ങൾ ഈ പുല്ലാന്തിക്കാട്ടിലിരുന്ന്, ഈ റബ്ബർ തോട്ടത്തിലിരുന്ന് ഭയങ്കര വേനൽക്കാലമാണ്. അവിടെ ഇരുന്ന് ഈ കുറേ നേരം വീഡിയൊക്കെ വലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അസ്വസ്ഥത. എന്നാൽ ചുമ്മാ ഈ റബ്ബറിൻ്റെ ചുവട്ടിൽ തീ അങ്ങിട്ടേക്കാന്നും പറഞ്ഞ് തീ ഇട്ടു. അപ്പോൾ ഈ ഇച്ചാച്ചനും കുത്തനാളിലെ മത്തേച്ചനും കൂടെ ഉടുമ്പന്നൂർക്ക് പോയേച്ച് വെലിച്ചാച്ചൻ പോയേച്ച് വരുക. അവരാ പാറയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് ഈ റബ്ബർ തോട്ടത്തിൽ തീ പോകണുണ്ട്. ഉടനെ കുറേയുടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. കുറേയുടെ ഇറങ്ങി വന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരാണ്. അനങ്ങിയില്ല. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കാക്കനാടൻ്റെ വീട്ടിൽ നിന്ന് ഈരണ്ട് കമ്പ് ചാമ്പയുടെ കൊല ഇങ്ങനെ അത് പിടിച്ച് ചുമ്മാ ചൂടിക്കൊണ്ട് പാറയൊക്കെ പോലും പോയത്. നല്ല മുഴുത്ത ചാമ്പങ്ങയാണ്, അത് തിന്നാനും നല്ല രുചിയാണ്. ഞങ്ങൾ കണ്ടതായിട്ട് മിണ്ടിയില്ല, വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ 4 മണിയായപ്പോഴേക്കും തുള്ളിച്ചാടി ഈ പറഞ്ഞ പോലെ പിള്ളേർ പള്ളിക്കൂടം വിട്ട് അവിടെ നിന്ന് ഒച്ച കേൾക്കാം, രച്ചു വരുന്നുണ്ട് അവിടെ നിന്ന്. ഞങ്ങളതിന് മുമ്പേ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് സന്തോഷമൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പേരമ്മ ഇരുന്ന് വയ്യ ചിരിക്കണുണ്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കിയത്. കളി തെറ്റിന്ന് ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായി. എന്തോ അപാകതയുണ്ട്, ഇല്ല അങ്ങനെ പേരമ്മ ചിരിക്കുകയില്ല. വീട്ടിൽ
ഇന്ന് എന്നാ കണക്കൊക്കെ ഒരിടത്തും കൊള്ളിക്കാത്ത വിധത്തിൽ പേരമ്മ ഇങ്ങോട്ട് ചോദിക്കും. ഇന്ന് പിന്നെ ഇങ്ങനെ പശുവിനെ മേടിച്ചു, അതിൻ്റെ ലാഭമോ നഷ്ടമോ എന്നൊക്കെ പറഞ്ഞ് അന്നേരം പേരമ്മയ്ക്ക് കൂടുതൽ ചിരിയാറുള്ളത്. അപ്പോൾ കളി തെറ്റിയെന്ന് മനസ്സിലായി. കുറേ കാപ്പിക്കുടിയൊക്കെ നിർത്തിവെച്ച് ഞങ്ങൾ ഈ പഞ്ചായത്ത് കുളമുണ്ട്, ഭയങ്കര കുളമാണ്. ആ കുളത്തിൽ ചാടാൻ പോകും. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്ക് പറഞ്ഞേടാ ഇന്ന് ഇത് എങ്ങനെയോ ഇച്ചാച്ചന് അറിഞ്ഞ ലക്ഷണമുണ്ട്, അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് ഇരിക്കുക. അതിനിടയ്ക്ക് ഈ അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ മകൻ്റെ, സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ഒരു നുണ പറഞ്ഞാൽ 9 നുണ പറഞ്ഞെങ്കിൽ പിന്നെ ചേരുള്ളല്ലോ, ചേരാൻ പാടാ. അപ്പം ഞങ്ങൾ കുളത്തിൽ പോയി ചാടി ഒക്കെ വന്നു. നീന്തൽ പഠിക്കാനൊക്കെ ആയിട്ട് വലിയ കുളമാണ്, ചതുരത്തിലുള്ളത്, നിറച്ച് വെള്ളമാണ്, ഏതാണ്ടൊരു 2 ആൾ താഴ്ചയുണ്ട്. അതിൻ്റെ മുങ്ങിത്താണുമൊക്കെ ആയിട്ട് കുളിച്ച് ചെന്നു കഴിഞ്ഞ് എടാ ചാക്കോച്ചാ ഇഞ്ഞ് വന്നേന്ന്, കുഞ്ഞും ഇഞ്ഞ് വന്നേ, 2 പേരും വന്നു. പോവും അതേന്നേ. ഇന്നെന്നാടാ ഇന്ന് പഠിപ്പിച്ചതെന്നൊക്കെ ചോദ്യത്തിൻ്റെ ആരംഭം കേട്ടപ്പം മനസ്സിലായി സംഗതി എന്തോ ഡൗട്ടുണ്ടെന്ന്. ചെറിയ സാർ ഇന്ന് എന്നാ പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു ഒഴിവായി. നിന്നോടെന്തെങ്കിലും പറഞ്ഞോടാന്ന് ചോദിച്ചു ചാക്കോപ്പിയോട്. ഇല്ല. എടാ നിന്നോടാടാ പറഞ്ഞേ എന്ന് പറഞ്ഞത്, ആരെങ്കിലും കേൾക്കണമല്ലോ എന്തെങ്കിലും. ശരിയാ. അതെ, ഒരു കോഴിപ്പൂവിന് വേണം ചെറിയ സാറിൻ്റെ ചെറുക്കൻ്റെ കല്യാണത്തിന് എന്നാ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു. അത് ശരി. ഇച്ചാച്ചനും ചിരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു നുണ പറഞ്ഞുകൊടുത്ത് പിന്നെ അത് എല്ലാം പാളിയില്ലേ, എല്ലാം കൊണ്ടുവരാൻ. അപ്പോൾ ഇന്ന് സ്കൂളിൽ എവിടെയാണ് വന്നിരുന്നത്. അപ്പോൾ ഇച്ചാച്ചൻ ഈ ചെറിയ സാറാ ഇതെല്ലാം പുറത്ത് വിട്ടത്. പിള്ളേരെ 2 ദിവസമായിട്ട് കാണുന്നില്ല. അവർ എങ്ങോട്ട് പോയി, അമ്മാരെന്നെ ഇവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ട് പോയതാ, പകച്ചമാരെ ഒന്ന് നോക്കണം കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇച്ചാച്ചനോട് പറഞ്ഞു. ഉടുമ്പിനുള്ളിൽ ഇച്ചാച്ചൻ പിന്നെ നടന്ന് വരുമ്പോഴല്ലേ ഈ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ ശ്രദ്ധിക്കണത്. അപ്പോഴാണ് ഈ കഥയെല്ലാം പറഞ്ഞ്. എന്നിട്ട് വീട്ടിൽ ഇയാൾ അവിടുത്തെ വീട്ടിൽ പിന്നെ വന്നപ്പോൾ ഈ സംഭവം എല്ലാം പറഞ്ഞ്. ഏതായാലും അന്ന് കൂടുതൽ തല്ലിയൊന്നുമില്ല. ഒരു നുണ പറഞ്ഞതിനും ഈ കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞതിനുമൊക്കെ ആയിട്ട് ഒരു 2-3 അടി തന്നേച്ച. ഈ മൂഞ്ഞയുടെ വടി നല്ല പരുവത്തിന് കൊലച്ച് കിടക്കുന്ന വടി പോലെ ആയി, ചൂരലിൻ്റെ വലുപ്പത്തിന്. അതുകൊണ്ട് അന്ന് വെറുതെ വിട്ടു. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നാളെ കാണാം. ബായ്.